സ്ട്രോ ഇനി രാജ്യത്ത് വേണ്ടെന്നും പ്ലാസ്റ്റിക്കിലേക്ക് രാജ്യം തിരികെ പോകണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്ലാസ്റ്റിക് വിലക്ക് നീക്കുന്ന ഉത്തരവിൽ താൻ അടുത്തയാഴ്ച ഒപ്പുവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പേപ്പർ സ്ട്രോകൾക്കായുള്ള ബൈഡൻ സർക്കാരിന്റെ നയം പരിഹാസ്യമാണെന്നും ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറ്റപ്പെടുത്തി. അധികാരമേറ്റതിന് തൊട്ടുപിന്നാലെ പാരീസ് കാലാവസ്ഥാ വ്യതിയാന കരാറിൽ നിന്ന് US പിന്മാറിയിരുന്നു. പിന്നാലെയാണ് പ്ലാസ്റ്റിക്കിലേക്ക് തിരികെ പോകണമെന്ന ട്രംപിന്റെ ഈ പ്രഖ്യാപനവും. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രസിഡന്റ് എന്ന് ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് ട്രംപിന് പിന്തുണയുമായി എലോൺ മസ്കും രംഗത്തെത്തിയിട്ടുണ്ട്. പേപ്പർ സ്ട്രോകളോടുള്ള തന്റെ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. 2010 പ്രചാരണ വേളയിൽ ലിബറൽ പേപ്പർ സ്ട്രോകൾ പ്രവർത്തിക്കില്ല എന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത ബ്രാൻഡഡ് പ്ലാസ്റ്റിക് സ്ട്രോകളും മറ്റും തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന്റെ പ്രചാരണ സംഘം പുറത്തിറക്കിയിരുന്നു. ആരെങ്കിലും ആ പേപ്പർ സ്ട്രോകൾ പരീക്ഷിച്ചിട്ടുണ്ടോ? പേപ്പർ സ്ട്രോകൾ നന്നായി പ്രവർത്തിക്കില്ല എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. ഈ ക്യാമ്പയിനിൽ $460,000 സമാഹരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ശേഷമാണ് രണ്ടാം ടൈമിൽ ട്രംപ് പ്ലാസ്റ്റിക് സ്ട്രോ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം അറിയിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഘട്ടം ഘട്ടമായി നിർത്തണമെന്ന് മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നതാണ്. സമുദ്രജീവികളിലും ആവാസ വ്യവസ്ഥകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെലുത്തുന്ന പ്രതികൂല സ്വാധീനം പരാമർശിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഈ ലക്ഷ്യത്തിന് പിന്തുണയും നൽകിയിരുന്നു. അതേസമയം മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ സുരക്ഷാനുമതികൾ പിൻവലിക്കാൻ ഒരുങ്ങി ട്രംപ് രംഗത്തെത്തി. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം ബൈഡനില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഇനി ജോ ബൈഡന് രഹസ്യ വിവരങ്ങൾ ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന സമൂഹമാധ്യമമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് അറിയിച്ചത്. 2020 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ബൈഡൻ തന്റെ സുരക്ഷാനുമതികൾ ഒഴിവാക്കിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ താനും ബൈഡന്റെ സുരക്ഷാനുമതികൾ പിൻവലിക്കാൻ ഒരുങ്ങുകയാണെന്നുമാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. സാധാരണ US പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞവർക്കും രഹസ്യ വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശങ്ങളുണ്ട്. മുൻപ് ഒരു TV പരിപാടിയിൽ ജോ നിങ്ങളെ പുറത്താക്കിയതാണെന്നും ട്രംപ് പരാമർശിച്ചിരുന്നു. അതേസമയം രാജ്യാന്തര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. രാജ്യാന്തര കോടതിക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക അവസാനിപ്പിക്കും. രാജ്യാന്തര കോടതിയിലെ ഉദ്യോഗസ്ഥർക്ക് US-ലും സഖ്യകക്ഷി രാജ്യങ്ങളിലും വിസ നിയന്ത്രണവും ഏർപ്പെടുത്തും. അമേരിക്കയും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഉപരോധ ഉത്തരവ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിലൂടെ കോടതി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപുമായി നെതന്യാഹു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. അമേരിക്കയും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെയും ലക്ഷ്യം വെച്ചുള്ള നിയമവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ നടപടികൾ കോടതി ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതിനോടൊപ്പം രാജ്യാന്തര കോടതിയിലെ ഉദ്യോഗസ്ഥരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആസ്തി മരവിപ്പിക്കാനും ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനിടെ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയ വിവാദം കത്തിനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് ഫെബ്രുവരി 12, 13 തീയതികളിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് അറിയിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇരുവരുടെയും സംയുക്ത പ്രസ്താവനയുണ്ടാകുമെന്നും വിക്രം മിശ്രി അറിയിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ US പ്രസിഡന്റായ ശേഷം മോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണിത്. ഫെബ്രുവരി 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിച്ച ശേഷമാണ് മോദി അമേരിക്കയിലേക്ക് എത്തിയിരിക്കുക. ഫ്രാൻസിലെത്തുന്ന മോദി പാരീസിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കും. മോദിയുടെ സന്ദർശനം ഇന്ത്യ അമേരിക്ക ആഗോള തന്ത്രപ്രധാന ബന്ധത്തിന്റെ സൂചനയാണെന്ന് മിശ്രി പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അമേരിക്ക നാട് കടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ചട്ടപ്രകാരമാണ് സൈനിക വിമാനമിറങ്ങാൻ അനുമതി നൽകിയത്. തിരിച്ചയക്കുന്നവരോട് മോശം പെരുമാറ്റം പാടില്ല എന്ന് അമേരിക്കയെ അറിയിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് മോദിയുടെ സന്ദർശനമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.